നമ്മൾ റിസൾട്ട് വന്ന് നമ്മൾ ഓൾറെഡി ഒരു പബ്ലിഷ്ഡ് ആയി, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടി. അപ്പൊ പോസ്റ്റർ എന്നല്ല, നമ്മളെ കൂട്ടുകാരെ അറിഞ്ഞു, നാട്ടുകാരൊക്കെ അറിഞ്ഞു. ഞാനൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിരിക്കും. നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാണ്ട് പ്രാക്ടിക്കലി ആയിരിക്കണം. നമുക്കത് ചെയ്തൊരു കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യും. ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു, ഇനിയിപ്പോ ചെയ്യണോ ചെയ്യണ്ടേന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവര് നിങ്ങൾ ചെയ്ത പ്രിപ്പറേഷൻ അനലൈസ് ചെയ്യാന്നുള്ള ഫാക്ടറാണ്. വേറെ ആർക്ക് മനസ്സിലായാലും നമുക്കത് മനസ്സിലാവും. എക്സാം എഴുതാതെ 10ാം ക്ലാസ് പാസ്സായ ടീമായിരുന്നു ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എക്സാം എഴുതിയിട്ടില്ലെന്നല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഇതുമില്ലാതെ പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ കോവിഡ് കഴിഞ്ഞ ഒരു വർഷം വീട്ടിലിരുന്ന് നേരെ പിന്നെ ഹോസ്റ്റലിലോട്ട് പോവാം. നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്താ അവസ്ഥ, പഠനത്തിൽ ആകെ വിട്ടു പോയ സമയത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോലില്ല. റെഡി ആയില്ല. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോ എനിക്കാണ് ക്വസ്റ്റ്യൻ ഫുള്ള്. പക്ഷെ എന്താ ചെയ്യാ, ലാസ്റ്റ് നീറ്റ് എക്സാം കഴിഞ്ഞ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് സ്വയം നമ്മളോട് നമ്മളെ മാക്സിമം ഇട്ടു എന്ന് പറയാൻ പറ്റും. അത്രമാത്രം. ഇപ്പൊ കുറച്ചും കൂടി എക്സ്പോഷർ കൂടി വരുന്നുണ്ടെങ്കിലും എന്നാലും ഒരു വിഭാഗം ആൾക്കാർ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഒരു നീറ്റ് വരെ MBBS ആ ഒരു സാധനത്തേക്ക് മാത്രം പോണവരുണ്ട്. അപ്പൊ അത് മാത്രല്ല വേറെയും ഫീൽഡുകളുണ്ട്. അപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയത് ഏതാന്ന്. ഹലോ, എൻ്റെ പേര് ആദിത്യൻ. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബാസിലും അതുപോലെ അമാനിയുമാണ്. നമ്മൾ ബാച്ച്മേറ്റ്സ് ആണ്. 60th ബാച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പം നമ്മൾ ഇന്ന് എത്തിയ കാര്യം എന്താണെന്ന് അറിയാം അല്ലേ, നമ്മൾ റീനീറ്റിൻ്റെ വിഷയത്തിലാണ് ഇപ്പം ഉള്ളത്. റീനീറ്റ് നടക്കുന്നുള്ള കാര്യമായിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ആ നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തോളം കാലവും അതിൽ കൂടുതൽ സമയവും നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നായിരുന്നു. ആ 3-ാം തീയതി എന്നുള്ള ദിവസം, ഈ വർഷമാണെങ്കിൽ 2026 നീറ്റ് നടന്ന് May 3-നായിരുന്നു. ആ ദിവസം നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് നല്ല സ്കോർ കിട്ടിയവരുണ്ട്, കുറച്ച് സ്കോർ കുറഞ്ഞവരുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നുള്ള ആ ഒരു ഇതിൽ നിന്നാണ് പിന്നെയാണ് പെട്ടെന്നൊരു ദിവസം റീനീറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നീറ്റ് എഴുതിയ സമയത്ത്, അത് 2024 നീറ്റ് ആയിരുന്നു നമ്മൾ എഴുതിയിരുന്നത്. ആ ഒരു സമയത്തും ഇതേപോലെ റീനീറ്റിന്റെ കാര്യങ്ങൾ, അതായത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇതിൽ കുറെ പ്രശ്നങ്ങൾ വരികയും. ഇപ്പൊ ഈ ന്യൂസ് വന്നപ്പോൾ ഒപ്പം തന്നെ വെക്കുന്ന 2024 പോലെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ന്യൂസ് പോണത് ആ ഒരു സിമിലർ സിറ്റുവേഷൻ അല്ല. വേറെ ആർക്ക് മനസ്സിലായാലും നമുക്കത് മനസ്സിലാവും. കാരണം നമ്മൾ ഈ ടൈമിൽ 2024 റീനീറ്റ് ആദ്യമായിട്ടല്ല, അതിന് മുമ്പ് 2016 വന്നിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മള് എക്സാം ഒക്കെ എഴുതി നമ്മൾ ഏകദേശം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ May 14 എന്തോ ജൂൺ 14 റിസൾട്ട് വരുന്നു പറഞ്ഞു. പക്ഷെ ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരുന്ന ലോക്സഭ ഇലക്ഷൻ കൂടെ അല്ല, ഒരു വൈകുന്നേരം സാധാരണ നൈറ്റ് ഒക്കെ റിസൾട്ട് വരാറുണ്ട്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മള് ഡോപ്പയിൽ നമ്മളിങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, നമ്മൾ പഠിച്ച ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നത്. ആ സമയത്താണ് പെട്ടെന്ന്, അതായത് റിസൾട്ട് വന്നു എന്നുള്ളൊരു സാധനം പെട്ടെന്ന് വന്നു. മുമ്പ് വന്ന് സ്കാൻ ചെയ്തൊക്കെ നമുക്ക് കിട്ടിയതായിരിക്കും. അതെ അതെ. പക്ഷെ എല്ലാവരും ഇലക്ഷൻ വൈബിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്ന റിസൾട്ട്. രസം എന്താ വെച്ചാല് അവര് വെറും 2-3 ദിവസം ഉണ്ടായിന്. നമ്മള് എല്ലാരും ഭയങ്കര സന്തോഷിച്ച് നിന്ന്, എല്ലാവർക്കും അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു സന്തോഷത്തിൽ നിന്നെങ്കിൽ പോലും പെട്ടെന്നായിരുന്നു റീനീറ്റ് എന്നുള്ളൊരു വിഷയം വരുന്നത്. ഇപ്പൊ ആണെങ്കിൽ എക്സാം കഴിഞ്ഞ് ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോ എക്സാം എഴുതിട്ട് അപ്പൊ തന്നെ ലീക്കിന്റെ ഇഷ്യൂ വരുന്നുണ്ട്. നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് റിസൾട്ട് വന്ന് 720 മാർക്കും ഇതൊക്കെ വന്നപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ വിഷയം വരണം. എക്സാം ഈസി ആയിരുന്നു, എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു. എക്സാം എഴുതി അന്ന് നമ്മൾ OMR നോക്കുമല്ലോ, തിരിച്ച് ഡോപ്പിൽ വന്നിട്ട് തന്നെ OMR സാധനങ്ങളൊക്കെ നോക്കിയപ്പോ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് മൊത്തത്തിൽ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട് എന്ന്. പക്ഷെ ആദ്യമൊക്കെ രസം ഇപ്പൊ നമ്മള് കൂട്ടി 690 കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ കാലിക്കറ്റ് ഉറപ്പ് യെസ് എന്തായാലും കിട്ടും. പക്ഷെ പിന്നെയാണ് മനസ്സിലാവണേ ഇതങ്ങനെ ഹൈസ്കോർ ഒന്നല്ല, നമ്മള് അതിന്റെ മുന്നത്തെ വർഷം വെച്ചിട്ടാണല്ലോ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യാം. അപ്പൊ അതിൽ 650 കട്ട് ഓഫ് വരുമ്പോൾ നമ്മൾ ആ ഒരു സാധനം തന്നെ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എത്ര സ്കോർ വരുന്നുണ്ടാവില്ല, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു. അപ്പൊ പൊതുവെ എല്ലാവർക്കും അങ്ങനെ ആയതുകൊണ്ട് അതിനനുസരിച്ച് അതിന് മുന്നേ 650 കട്ട് ഓഫ് വന്നു. അന്ന് കാലിക്കറ്റ് ആയിരുന്നു 650 കട്ട് ഓഫ് വന്നു നമ്മുടെ തൊട്ട് മുന്നത്തെ കൊല്ലം. അപ്പൊ നമ്മള് പിന്നെ എല്ലാരും മാർക്ക് മനസ്സിലായി. നമ്മള് കയറിയ 2024 ഓൾ ഇന്ത്യ കട്ട് ഓഫ് 650 ആയിരുന്നു തോന്നുന്നു അല്ലേ, 645 650 അങ്ങനെ 152 ആയിരുന്നു നമ്മുടെ കട്ട് ഓഫ് വന്നത്. അതില് നമ്മൾ ഫേസ് ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റീനീറ്റ് ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും ടെൻഷനായി, കുറെ പേര് പഠിക്കണം, ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങി, പല ന്യൂസായി. പിന്നെ ഫുൾ സുപ്രീം കോർട്ട് ആയിരുന്നു, സുപ്രീം കോർട്ട് ലൈവ് സ്ട്രീമിംഗ് ആയിരുന്നു. റിസൾട്ട് വരുന്നതിനെ ഭയങ്കര സന്തോഷം, കാരണം നമുക്കറിയാം
സന്തോഷമായി. സാധനമായിരുന്നു. പിന്നെയാണ് ഇതൊക്കെ പണിയാവോ ഇനി എഴുതുന്നുണ്ട്, അപ്പോഴത്തേക്കൊക്കെ മറന്നും പോയിട്ടുണ്ട് സംഭവം. ഇനി ആ ഒരു റിസൾട്ട് വരുന്ന സമയം ഇല്ല. ഇനിയിപ്പോ എക്സാം എഴുതി, ഇപ്പത്തെ ഇവരുടെ കേസ് തന്നെ എക്സാം എഴുതി പിറ്റേന്ന് തന്നെ ചോദിച്ചാൽ തന്നെ ഏകദേശം ഫുള്ളും മാത്രല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന നീറ്റ് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഒന്ന് റിലാക്സ് ആവാന്നുള്ള. അപ്പൊ ആ ഒരു മൂഡിൽ തന്നെ മൊത്തം മറന്നു പോകും, അല്ലെങ്കിൽ പഠിക്കാനുള്ള അതൊക്കെ വിട്ടുണ്ടാവും. എന്നിട്ട് പെട്ടെന്ന് റീനീറ്റ് അറിയുമ്പോൾ ആർക്കും നമുക്ക് തന്നെ അറിയാലോ, നമുക്ക് ഏകദേശം 6 മാസത്തോളം ഒരു അൺസർട്ടനിറ്റി, നമുക്ക് എന്താവും അറിയില്ല. ഇനി നമ്മളൊക്കെ എത്ര ലൈവ് സുപ്രീം കോടതി ഗവൺമെന്റ് ആഷിഖ് സാറൊക്കെ ലൈവിലിരുന്നിട്ട് ആഷിഖ് സാർ കോട്ടിന്റെ ഉണ്ടാവും, സാറിന്റെ ഉണ്ടാവും, എന്നിട്ട് ലൈവ് ഇങ്ങനെ ഉണ്ടാവും. ഞാനൊക്കെ ഇനി റീനീറ്റുണ്ടെങ്കിൽ അതും ഇപ്പൊ എന്ന് പറയുമ്പോ NTയുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആദ്യമേ കൊടുത്ത് പേപ്പർ ലീക്ക് ആയി എക്സാം ഇടും. നമ്മുടെ ഭാഗത്ത് പറയുമ്പോ NT ഒന്നും പറയുന്നില്ല. പിന്നെ അതിന്റെ പുറത്ത് കുറെ ന്യൂസ് അങ്ങനെ ഇങ്ങനെ അവിടെ ലീക്കായി ഇവിടെ ലീക്കായി എന്നൊക്കെ പറയുന്നത്. റിസൾട്ട് വന്ന് ഓൾറെഡി ഒരു പബ്ലിഷ്ഡ് ആയി, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടി. അപ്പൊ പോസ്റ്റർ എന്നല്ല, നമ്മളെ വീട്ടുകാരറിഞ്ഞു, നാട്ടുകാരൊക്കെ അറിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ നീറ്റിടന്ന നമുക്ക് എത്ര മാർക്ക് കിട്ടുന്ന അറിയില്ല. പിന്നെ ആദ്യം പറഞ്ഞ ഒരു സംസ്ഥാനത്ത് മാത്രമേ ലീക്ക് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടാമത് എക്സാം നടത്തി. നമുക്ക് ഏകദേശം 3 റാങ്ക് ലിസ്റ്റ് വന്നു. ആദ്യം ഒരു ക്വസ്റ്റ്യൻ കോൺട്രാഡിക്ഷൻ ഉണ്ട്, പഴയ സിലബസും പുതിയ സിലബസ് മാറ്റുന്ന ചേഞ്ച് ചെയ്ത് അതിലേക്ക് 5 മാർക്ക് കുറഞ്ഞു. ആദ്യം 11 പിന്നെ 5 മാർക്ക് കുറഞ്ഞു. പിന്നെയും റാങ്ക്, അപ്പൊ റാങ്ക് എന്തായാലും ചേഞ്ച് ആവുമല്ലോ. പിന്നെയും ഈ ഏതൊരു സ്റ്റേറ്റിലെ എക്സാം നടന്നതാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കണ സമയത്ത് ചോദിക്കട്ടെ, അപ്പൊ എങ്ങനെ നീറ്റിലേക്ക് ബാസിലിങ്ങനെ എങ്ങനെ എത്തിയ നീറ്റ് എക്സാം എഴുതാന്നുള്ള കാര്യം? ഞാനിപ്പോ അന്ന് നമ്മൾ ഓരോരുത്തർ വീഡിയോസ് കാണണമല്ലോ, ചിലർ ഇങ്ങനെ പറഞ്ഞേക്കാം ചെറുപ്പത്തിലെ ഡോക്ടർ ആവണം താല്പര്യം ഉണ്ട് ഇനി, അല്ലെങ്കിൽ. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമില്ല. ഇനി എനിക്ക് ശരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഫീൽഡ് ആവണം നമ്മളിങ്ങനെ ഓരോന്ന് പറയുന്നല്ലാതെ അങ്ങനെ ഒരു തീരുമാനമായിട്ടൊന്നുമില്ല. ഞാനും അങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഡോക്ടർ ആവണം അങ്ങനെ എല്ലാരും ഇങ്ങനെ പറയാം, അപ്പൊ ഡോക്ടർ ആവണം. പിന്നെ എഞ്ചിനീയറിനായി. പിന്നെ ഒരു 10ാം ക്ലാസ് ആയപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് കൊറോണ വരുന്നത്. അപ്പൊ ഇങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാം. അപ്പൊ എനിക്ക് അമ്മച്ചൊരു IAS ഒരു ബുക്ക് ഒക്കെ വാങ്ങി IAS ഓഫീസർ. അപ്പൊ IAS ആവുന്നു. നമ്മള് 3 പേരിൽ ആരും ഇങ്ങനെ ചെറുപ്പം മുതലേ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് വന്നവരൊന്നല്ല. ഇപ്പൊ 10ാം ക്ലാസ്സിന് +1 +2 ഏതെടുക്കണം. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഏതെടുക്കാൻ കുറെ കാലം ടെൻഷൻ വെച്ചായിരുന്നു. ലാസ്റ്റ് ഞാൻ സയൻസ് എടുക്കാൻ കാരണം ഈ MBBS എത്തണം വിചാരിച്ചിട്ടല്ല, ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോകണല്ലോ. സയൻസ് എടുത്താൽ എങ്ങോട്ടും പോവാ. ഈ രണ്ടെണ്ണം തീരുമാനമാക്കിയിട്ട് എന്റേതും സിമിലർ ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ അതേപോലെ +1 +2 ഇങ്ങനെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പോവാം, ലൈക്ക് ഒപ്പം MCQ സോൾവ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഇന്റഗ്രേറ്റഡ് ആയി പോവാം. എന്നാൽ ഇത് കഴിയുമ്പോൾ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഏതാണെന്നും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് +2ന്റെ ഒപ്പം എന്തെങ്കിലും കയറാലോ, ഏതെങ്കിലും കോഴ്സിന് കയറാം, കുറെ എൻട്രൻസ് ഉണ്ടല്ലോ, നമുക്ക് അപ്പത്തിന് പഠിയുമായിരിക്കും എന്നൊരു മുൻകൂർ സാധനം വെച്ചിട്ട് പഠിച്ചു തുടങ്ങി. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞതും 10ാം ക്ലാസ്സിന്റെ എക്സാം ലാസ്റ്റ് മാത്സ് എക്സാം എന്തോ അന്നാണ് ഈ കൊറോണ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ IAS ആവാം. പക്ഷെ അതും അത്യാവശ്യം കുറേ പഠിക്കണം, ഭയങ്കര പണിയാണെന്നൊക്കെ മനസ്സിലായി. അപ്പൊ എന്നാ വിചാരിച്ചു എന്നാ അങ്ങനെ വേണ്ട, അല്ല വേറെ എന്തെങ്കിലും ഇതാക്കാം, എന്തെങ്കിലും ഡിഗ്രി സാധനം എടുത്ത് അങ്ങനെ പോകാന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴും ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, വെറുതെ ഒരു ഇതുമില്ല കഥയില്ലാതെ പോകാതെ എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒരു കറക്റ്റ് ഫിക്സ് ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നോക്കാമല്ലോ, അങ്ങനെ ഒന്നും ചെയ്യാൻ പറഞ്ഞു. ആ സമയം എന്ന് പറഞ്ഞാൽ ഈ കൊറോണ ഉള്ള കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ നീട്ടി പോയിരുന്നു. സെപ്റ്റംബറിലാണ് നീറ്റ് നടന്നത് ആ വർഷം. അപ്പൊ ഈ സമയത്താണ് ഞാൻ നോക്കുന്നത്, അതായത് ഞാൻ +2 പഠിക്കാം. +2 പഠിക്കുമ്പോഴത്തെ സെപ്റ്റംബർ. അപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയാൽ ഫുള്ള് നീറ്റിന്റെ സാധനങ്ങളും അങ്ങനത്തെ. അപ്പൊ അങ്ങനെ കണ്ട് നീറ്റിന്റെ സാധനങ്ങൾ കണ്ട് എയിംസ് ഡൽഹിക്ക് കണ്ട്. അപ്പൊ ഭയങ്കര എയിംസ് ഡൽഹിത്തെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇതൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാവും. അതേപോലെ എയിംസ് ഡൽഹി അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാർ ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാര് നാട്ടിലാരും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് പ്രൗഡ് ആയിരിക്കും. ഈ വീഡിയോസ് കാണുമ്പോൾ നല്ല അതേപോലെ ചെറുപ്പം മുതലേ ഡോക്ടറാണെന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അങ്ങനെ കണ്ട് അതിനോട് ഇഷ്ടമായി സത്യം പറയാറ്. പിന്നെ അങ്ങനെ സമയത്താണ് ഡോപ്പേന്റെ മറ്റേ നമ്മളെ ക്യാപ്സ്യൂൾ പ്രോഗ്രാം ഉണ്ടല്ലോ, ആ സാധനം കണ്ട് അങ്ങനെ ആ ക്യാപ്സ്യൂൾ ജോയിൻ ചെയ്തു. പക്ഷെ പഠിച്ചിട്ടില്ല, അതിന്റെ ഭാഗത്തുള്ള തെറ്റാണ്. പക്ഷെ എന്നാലും എനിക്കിഷ്ടായി. ഇങ്ങനെ നമ്മള് ഒരു സാധനം കണ്ട് അതിനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാനെന്ത് റിപ്പീറ്റ് ചെയ്യാന്നുള്ള തീരുമാനം. ആ എക്സാം നീറ്റ് എക്സാം 2022 ആ നീറ്റ് എഴുതുന്നതിന് മുന്നേ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാന്നുള്ള സാധനം തീരുമാനിച്ചു ടോപ്പിൽ അഡ്മിഷൻ എടുത്ത്. എന്നിട്ട് ആ വർഷം നല്ല വൃത്തിക്ക് എന്നെ കൊണ്ട് പറ്റണ മാക്സിമം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ നീറ്റിൽ എന്റെ സ്കോർ എത്രയാണ് 119 അങ്ങനെ എന്തെങ്കിലും 117 എങ്ങനെയാണ് പാസ് മാർക്ക് ക്വാളിഫിക്കേഷൻ 119 ആ ഇതിൽ കിട്ടി. പിന്നത്തേല് ഞാൻ മാക്സിമം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും
അങ്ങോട്ട് എത്തിയില്ല, 587 അങ്ങനെ എന്തോ ആയിട്ട് നിന്നു. എനിക്ക് ഇതേപോലെ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ഒപ്പം അങ്ങനെ പഠിക്കാന്നുള്ള ഡിസിഷൻ എടുത്തിട്ട് ഹോസ്റ്റലിലൊക്കെ പോയി. അപ്പോൾ പ്ലസ് 1 നമുക്ക് ഇതേപോലെ 10ാം ക്ലാസ് കോവിഡ് ഒക്കെ ആയി. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് CBSE ആയിരുന്നു. അപ്പം CBSE ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എക്സാം എഴുതാതെ 10ാം ക്ലാസ് പാസ്സായ ടീമായിരുന്നു ഞങ്ങൾ കുറച്ച് മാത്രം. ഞങ്ങൾക്ക് എക്സാം എഴുതില്ല, പക്ഷെ റിസൾട്ട് അല്ല ഞാൻ CBSE. പക്ഷെ ഞങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എക്സാം എഴുതിയിട്ടില്ലെന്നല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഇതുമില്ലാതെ പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ കോവിഡ് കഴിഞ്ഞ ഒരു വർഷം വീട്ടിലിരുന്ന് നേരെ പിന്നെ ഹോസ്റ്റലിലോട്ട് പോവാം. നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്താ അവസ്ഥ, പഠനത്തിലാകെ വിട്ടുപോയ സമയം. എന്നിട്ട് നമ്മൾ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ തന്നെ പ്ലസ് 1 കഴിയേണ്ടി വന്ന്. അപ്പൊ പിന്നെ പ്ലസ് 2 ആയപ്പോൾ മനസ്സിലായി ഒരു വർഷം ഉണ്ട്, അതൊന്നും നല്ല രീതിക്ക് പിടിച്ചാൽ എവിടേക്കെങ്കിലും അപ്പോഴും ഇതേപോലെ നീറ്റ് ഇട്ടണം MBBS പഠിക്കണം എന്നുള്ളതൊന്നല്ല എയിം. എവിടെയെങ്കിലും നല്ല കോഴ്സ് എത്താൻ പറ്റും, നല്ല രീതിക്ക് എത്താൻ പറ്റുമല്ലോ, ഏതെങ്കിലും എക്സാം എഴുതാന്നുള്ള. ഇപ്പൊ കുറെ ഇപ്പൊ നമ്മൾ ഐസർ അങ്ങനത്തെ എക്സാംസ് ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒക്കെ കയറാന്നുള്ള ഇതിൽ പഠിച്ച്. അപ്പൊ പ്ലസ് 2 ആയപ്പോൾ ഇതേപോലെ നന്നായി പഠിക്കാൻ തുടങ്ങി, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ച്. എന്നിട്ട് ഇതേപോലെ എഴുതി വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 570 റേഞ്ചിലാണ് സ്കോർ വന്നത്. അന്നാണ് 610 കട്ട് ഓഫ് വന്നത്. 610 കണ്ടു. അപ്പൊ ഞാനും വീട്ടുകാരും ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല ഈ റേഞ്ചൊക്കെ എത്തും എന്നുള്ള ഒരു സാധനം. എല്ലാവരും ഇങ്ങനെ ഫസ്റ്റ് ടൈം അല്ല, അപ്പൊ ജസ്റ്റ് എഴുതി നോക്കുക എന്നുള്ള മെന്റാലിറ്റിയിൽ മാത്രം ഇതാക്കി. അപ്പൊ പിന്നെ ആ ഒരു ലെവലിൽ എത്തിയപ്പോൾ പിന്നെ എന്നാ ഇനി ഒരു വർഷം കൂടി ചെയ്താക്കാം. അപ്പൊ നമുക്ക് ഒരു ഇതുണ്ടാവില്ല, നമുക്ക് കിട്ടാത്തതിന്റെ ഒരു ചലഞ്ച് ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ. അപ്പൊ ആ ഒരു സാധനത്തിന്റെ പുറത്താണ് ഒരാഴ്ച കൂടി റിപ്പീറ്റ് ചെയ്തത്. എന്റെ ഇത് എന്ന് പറഞ്ഞാല് എക്സാം എഴുതാൻ പോകുന്ന സമയത്തൊക്കെ കുറച്ചൊരു പേടി ഉണ്ടേനു റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോള്. അപ്പം കുറെ കാര്യങ്ങൾ ചെയ്ത് തീരാത്തൊരു സാധനവും അങ്ങനെ ഒരു ടെൻഷൻ ഇപ്പൊ ഞാൻ പ്ലസ് 2 ആയപ്പോൾ എനിക്ക് ഒരു ഉറപ്പൊന്നുമില്ല എന്ത് എടുക്കണം. അപ്പൊ ടീച്ചറൊക്കെ ഇന്റർവ്യൂ വൈവ മാതിരി ഉണ്ടാവല്ലോ, അപ്പൊ എന്നോട് അങ്ങനെ ചോദിക്കും എന്ത് എടുക്കുന്ന താല്പര്യം. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു താല്പര്യം അങ്ങനെ ലേറ്റാണ് സയൻസ് എടുത്ത്, അല്ല സയൻസ് താല്പര്യമുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്ലസ് 2 കഴിഞ്ഞ് ഏകദേശം നീറ്റ് എക്സാം ചേർന്നിട്ട് ലേറ്റ് ആയിരുന്നു കുറച്ച്. അപ്പൊ ഞാൻ ക്രാഷിന്റെ ടൈമൊക്കെ ഉണ്ട്, ക്രാഷ് കോഴ്സ്, പക്ഷെ ഞാനൊന്നും ജോയിൻ ചെയ്തില്ല. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാല് ഞാൻ വെറുതെ പോയി കറക്ക, എന്നിട്ട് അങ്ങനെ 131 മാർക്ക് ഇട്ടാന്നല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ വെറുതെ കിട്ടുന്നില്ല, പഠിക്കണമാണെന്നുള്ളത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോൾ 580 570 എന്തായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല. അന്ന് 610 കട്ട് ഓഫ് ആയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും കിട്ടൂല. അപ്പൊ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഓഫ്ലൈൻ ആയിട്ട് പോയിരുന്നു. അപ്പൊ അതിൽ കുറെ കോമഡി ഉണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം ഹോസ്റ്റലിൽ പോയിന്. അപ്പോൾ ഹോസ്റ്റലിൽ എനിക്ക് മനസ്സിലായി ഹോസ്റ്റലിൽ എനിക്ക് പറ്റില്ല. 2 ആഴ്ച നിന്നിട്ട് അമ്മനോട് ഓരോ കാരണം പറഞ്ഞു, അത് നടക്കൂല, എന്നോട് ഹോസ്റ്റലിൽ നിൽക്കാനാവില്ല, എനിക്ക് കുറച്ച് ഫ്രീ മൈൻഡഡ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഏകദേശം നിർത്താന്നുള്ള മൂഡിലേക്ക് വന്ന് പിന്നെ ഞാൻ ഡേ സ്കോളറൊക്കെ ആയിട്ട് അങ്ങനെ പോയതിന്. അപ്പോൾ എനിക്ക് ഏകദേശം റിപ്പീറ്റ് ചെയ്യുമ്പോൾ 570 580 റേഞ്ച് സ്കോറിന്. പക്ഷെ അന്നത്തെ കട്ട് ഓഫ് 610 അപ്പം എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാനന്ന് കിട്ടുമെന്ന് വിചാരിച്ചിനി, പക്ഷേ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പോൾ ഞാനന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നീറ്റ് എക്സാം ചെയ്തപ്പോൾ ഫിസിക്സിൽ ലാസ്റ്റ് ഞാൻ ആദ്യം ബയോളജി പിന്നെ കെമിസ്ട്രി പിന്നെ ഫിസിക്സ് അങ്ങനെ ചെയ്തല്ലേ. അപ്പോൾ ലാസ്റ്റ് ഫിസിക്സ് എത്തിയപ്പോൾ കുറേ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോലുമില്ല, കാരണം ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. ബയോളജി കുറേ ടൈം എടുത്ത്, കാരണം ബയോളജി ഇപ്പോൾ നമുക്ക് ഈവൻ 1.5 മണിക്കൂർ അതിന് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും 1 മണിക്കൂറുണ്ടെങ്കിൽ തീർക്കണം, അല്ലെങ്കിൽ അതിനൊക്കെ കുറഞ്ഞ ടൈമിൽ തീർക്കണം, എന്നാലും ഫിസിക്സ് അതിന് ടൈം കൊടുത്തിട്ട് എക്സ്ട്രാ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ലാസ്റ്റ് കുറേ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ വീട്ടിൽ റെഡി ആയില്ല. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് അറിയണ ക്വസ്റ്റ്യൻ ഇനി ഫുള്ള്. പക്ഷെ എന്താ ചെയ്യുക, അത് കിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് അപ്പോൾ കിട്ടാത്ത എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം ഈവൻ ഇപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യണം, വേറെ കോഴ്സിന് പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യം വിചാരിച്ചില്ല റിപ്പീറ്റ് കിട്ടില്ല, റിപ്പീറ്റ് ചെയ്യും അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ ആദ്യം തീരുമാനിച്ചു കേട്ടോ, പക്ഷേ റിപ്പീറ്റ് എന്തായാലും കിട്ടാൻ പോകുന്നില്ല, കാരണം പ്ലസ് 1 പ്ലസ് 2 വൃത്തി നോക്കിയില്ലല്ലോ. ആ ഒരു സ്റ്റിഗ്മ നമ്മുടെ ഭാഗത്തുണ്ട്. ആദ്യം കുറെ പേര് പ്ലസ് 2 കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പിന്നെ റിപ്പീറ്റ് കഴിഞ്ഞില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ആ ഒരു സാധനം ഒരു പകുതി ആകുമ്പോൾ കുട്ടികൾ അങ്ങനെ വിചാരിച്ചു വെക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനൊന്നുമില്ല, റിപ്പീറ്റ് ചെയ്യുക, അതിലെന്താ തീരുമാനം അതിനനുസരിച്ച് പോവാം. പക്ഷെ റിപ്പീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഏത് കോഴ്സിനോട് പിന്നെ ഒരു ഐഡിയ അല്ല. ഇപ്പോഴും കുറെ ഒക്കെ പ്രശ്നം ഉണ്ടാവും കേട്ടോ, അതായത് പിന്നെ എന്തിനു പോകും, ഇതിന് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വേറെ കോഴ്സ്. ഞാൻ ഏതായാലും കുറച്ച് തീരുമാനം എടുത്ത് ലാസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചു. റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം നല്ല സ്കോറിന്, അത്യാവശ്യം കാലിക്കറ്റ് കിട്ടാനുള്ള സ്കോറിനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് ചിലപ്പോൾ ഏതെങ്കിലും കോളേജായിരിക്കും കിട്ടാൻ ചിലപ്പോൾ പോലെ. പക്ഷെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യും, നല്ല കോളേജിലേക്ക്. പക്ഷെ അതിനർത്ഥം ആദ്യം ഞങ്ങളിപ്പോൾ ഓള് പറഞ്ഞാൽ റിപ്പീറ്റ് കാണണം എന്നല്ല. ഏത് ട്രയലാണെങ്കിൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു സാധനമാണല്ലോ. ഇവിടെ ഇപ്പൊ ബാസിലിന്റെ പറഞ്ഞ സമയത്ത്, ബാസിലാണെങ്കിലും എന്റെ ആണെങ്കിലും ഒക്കെ നമ്മള് റിപ്പീറ്റ് ചെയ്ത് നമ്മള് പ്ലസ് 2 സമയത്തൊന്നും തീരെ നോക്കിയില്ല. പക്ഷെ ഇവിടെ അമാനിയുടെ കേസിൽ അവിടെ വ്യത്യസ്തമായിട്ട് വരുന്ന വെച്ചാൽ അമാനി പ്ലസ് 1 പ്ലസ് 2 ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോ നമ്മള് റിപ്പീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ സ്കോർ അമാനിക്ക്
ഇന്റഗ്രേറ്റഡ് ചെയ്തപ്പോ തന്നെ കിട്ടിയിട്ടുണ്ട്. മാറ്റം എന്താ മനസ്സിലാവും. ഇപ്പൊ ഞാനും ആയിട്ടുണ്ട് റിപ്പീറ്റാ, പക്ഷെ അമ്മാന് റിപ്പീറ്റിൽ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് അങ്ങനെയാണെന്നില്ല കേട്ടോ. നമ്മളെ 3 പേര് അങ്ങനെ ജനറലൈസേഷൻ അല്ല. കാരണം +2 ഒപ്പം തന്നെ നല്ല മാർക്ക് ഒരുപാട് പേര് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒപ്പം ഉണ്ട്. ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല സ്കോർ കിട്ടി നമ്മൾ കൂടെ പഠിക്കുന്നവരുണ്ട്. ഞങ്ങള് 3 പേര് ഇങ്ങനെ ആയതുകൊണ്ട് 2 ട്രൈ എടുക്കണം നീറ്റ് കിട്ടാൻ അങ്ങനെയുള്ള ഒരു സാധനം അല്ല. അതായത് ഇപ്പം ഞാനും ബാസിൽ നോക്കുന്ന സമയത്ത് നമ്മള് +1 കൂടെ തിരെ എൻട്രൻസ് ആയിട്ട് പഠിച്ചതേ ഇല്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കണം നമുക്ക് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞ കുറെ സിലബസ് കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് സിലബസ് കിട്ടിയിട്ടേ അല്ല. 60% 80% അങ്ങനെ എന്താണ് അതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇതേപോലെ നമ്മളെ എഫേർട്സും എല്ലാ കാര്യങ്ങളും മാറ്റർ ആണ്. പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതേപോലെ +1 +2 ഇങ്ങനെ ചെയ്യാന്നുള്ള ഡിസിഷൻ ഞാൻ മാത്രം എടുത്തല്ല കേട്ടോ. അതൊരു വീട്ടുകാരും കസിൻസ് എല്ലാവരും കൂടി പറഞ്ഞു അങ്ങനെ ഓക്കെ. അപ്പൊ എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഓക്കെ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് ചെയ്യാന്നുള്ളതിൽ എന്തെങ്കിലും നല്ലതൊക്കെ എത്താലോ എന്നുള്ളൊരു സാധനത്തില്ല. നോർമലി സാധാ പോലെ പോണ്ട എന്നുള്ള രീതിയിൽ ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഇതേപോലെ നമ്മൾ അത്ര സീരിയസ് ഒന്നും ആയിട്ടല്ല എടുക്കുക. +1 തുടക്കണം, നമുക്കൊന്നും അറിയില്ല, പുതിയ ഫ്രണ്ട്സ്, പുതിയ അറ്റ്മോസ്ഫിയർ, ആ രീതിയിൽ പോയി. പിന്നെ നമുക്ക് കുറച്ച് വരാൻ നമുക്ക് മനസ്സിലായി നമ്മൾ ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഓർഡിനറി സ്കൂളാകുമ്പോൾ നമ്മൾ പറയില്ല +1 +2 അത്രയും നല്ല കാലഘട്ടം പറയാ, അങ്ങനെ പറയില്ല. അവിടെ നിന്നിട്ടല്ലേ വീട്ടിൽ പോയിട്ടല്ല, റെസിഡൻഷ്യൽ ഹോസ്റ്റലിൽ നിന്നിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പൊ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ചൊരു സാക്രിഫൈസ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെന്തായാലും റിസൾട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ പഠിക്കണല്ലോ. ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, കുറെ ഉണ്ട്. റെസിഡൻഷ്യൽ ഉണ്ട്. റിപ്പീറ്റിൽ നമുക്കിപ്പം ഓൺലൈൻ മോഡ് ഉണ്ടാവും, ഓഫ്ലൈൻ മോഡ് ഉണ്ടാവും. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ പോയി വന്ന് ഡേ സ്കോളർ ആയിട്ട് പോയി വന്നിട്ടുള്ളതുണ്ടാവും, റെസിഡൻഷ്യൽ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മൾ ഇതേപോലെ ഡേ സ്കോളേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഹോസ്റ്റലാണ്, എനിക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊതുവെ പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഹോസ്റ്റൽ തന്നെ ഇപ്പോഴും അത് സ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. വീട്ടിൽ നിന്നാ പഠനം ഭയങ്കര ബോറായിട്ടുള്ളതാണ്. ബസ്സില് ഇപ്പൊ കോളേജിൽ എത്തിയിട്ടാണെങ്കിലും ശനിയാഴ്ച ആയി കഴിഞ്ഞാല് നേരെ ബസ്സിൽ അടുത്താണല്ലോ മാവൂര് തന്നെ. അപ്പൊ എന്നിട്ട് അങ്ങനെ ഇപ്പൊ പക്ഷെ ഡേ സ്കോളർ ആയിട്ട് വരുന്നവരുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് +1 ആകുമ്പോൾ ആരും അധികം അത്ര സീരിയസ്, കുറച്ച് പേര് ഇതേപോലെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, കുറച്ച് പേര് നല്ലോണം സീരിയസ് ആയി പഠിക്കുന്നുണ്ടാവും. പിന്നെ നമുക്കിത് എന്താന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയം ഉണ്ടല്ലോ എന്തായാലും. അപ്പൊ ആ ഒരു എന്താ പറയാ ഒരു ലാറ്റൻ പീരീഡിൽ ഇരുന്ന് അറിയില്ല, നമ്മൾ ആ ഒരു സാധനത്തിലിരുന്ന് കുറച്ച് കാലം. പിന്നെ മനസ്സിലായി ഇതേപോലെ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമ്മൾ പിന്നെ എനിക്ക് എപ്പോഴും ഉള്ള സാധനം, ഒരു സാധനം നമ്മൾ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ആ ഫാക്ടറാണ് നല്ലോണം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ +2 ഒപ്പം തന്നെ നമ്മൾ മാക്സിമം കൊടുക്കാലോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ചുകൂടി +2 ആയപ്പോഴാണ് നല്ല രീതിയിൽ ആ ഒരു പ്രിപ്പറേഷൻ നമ്മളെ മാക്സിമം കൊടുക്കാന്നല്ല. ഇപ്പൊ റിപ്പീറ്റ് ആയാലും അല്ലാതെ ഇപ്പൊ നമുക്ക് ലാസ്റ്റ് തോന്നരുത് നമ്മൾ പഠിക്കായിട്ടാണ് കിട്ടാത്തത്. എല്ലാവർക്കും ഒരേ മാതിരി ആവില്ല. അപ്പൊ നമ്മള് മെന്റർഷിപ്പിന് പോകുന്ന സമയത്ത്, അതായത് നമ്മളെ മെന്റീസിനെ കാണുന്ന സമയത്താണെങ്കിലും നമ്മൾ പറയണത് ലാസ്റ്റ് നീറ്റ് എക്സാം കഴിഞ്ഞ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് സ്വയം നമ്മളോട് നമ്മളെ മാക്സിമം ഇട്ടു എന്ന് പറയാൻ പറ്റും. അത്ര മാത്രമുള്ള സാധനം. നമ്മളെ മെന്റീസ് ഒക്കെ പറയുന്നുണ്ട് മാക്സിമം പഠിച്ചില്ല, അല്ലെങ്കിൽ എഫേർട്ട് ഇടാൻ പറ്റിയില്ല, റിഗ്രറ്റ് ഉണ്ട്. അങ്ങനെ റിഗ്രറ്റിന് ഒരു അവസരം കൊടുക്കും. പിന്നെ +1 +2 വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ടൈം കിട്ടുന്നുണ്ട്. 2 വർഷം എന്ന് പറഞ്ഞൊരു സമയം. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് വെക്കേഷൻസ് കാര്യം അങ്ങനെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ 1 വർഷത്തിൽ 2 വർഷത്തെ സിലബസ് തരും. കുറച്ചുകൂടി സ്ട്രെസ്സും കൂടുതലായിരിക്കും. +2 കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വേറെ കോളേജിൽ അപ്പൊ അവരുടെ കഥകൾ കേൾക്കുന്നു. നമ്മൾ 1 വർഷം ഇരുന്ന് എനിക്കാണെങ്കിൽ ഇതേപോലെ വർഷം കളയരുത് എന്നുള്ള ഭയങ്കര ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടി ഒരു ഫാക്ടർ ആയിട്ടാണ് ഇങ്ങനെ പോയത്. അല്ല അതെല്ലാവർക്കും ഉണ്ടോ ഞാൻ പറയാം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ +2 ഒക്കെ ആയി തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഇനി റിപ്പീറ്റ് ചെയ്യില്ല. എനിക്ക് റിപ്പീറ്റ് എന്തോ ഒരു വെറുപ്പുള്ള പോലൊക്കെ ആയിരുന്നു. നമ്മൾ മാറുമല്ലോ, അപ്പൊ അതിനനുസരിച്ച് ഇനി റിപ്പീറ്റ് എന്തായാലും ചെയ്യില്ല, ഇതിൽ കിട്ടുകയാണെങ്കിൽ കിട്ടും എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പൊ പിന്നെ ഇതേപോലെ 570 580 576 ആയിരുന്നു എൻ്റെ സ്കോർ വന്ന്. അപ്പൊ ആ റേഞ്ചിക്ക് എത്തി. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി നമ്മൾ ലൈക്ക് ഇതേപോലെ ലോങ് ഡ്യൂറേഷൻ പ്രിപ്പറേഷൻ ആയിരുന്നു. അതിൽ നമ്മൾ വരുത്തിയ മിസ്റ്റേക്സ് എന്താ, എവിടെയാണ് നമുക്ക് പാളിയത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇത് തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കിട്ടാം എന്നുള്ളൊരു ഇനി അതും കൂടിയാണ്. ഇപ്പോൾ കുറേ പേരുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു, ഇനിയിപ്പോൾ ചെയ്യണോ ചെയ്യണ്ടേന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർ നിങ്ങൾ ചെയ്ത പ്രിപ്പറേഷൻ അനലൈസ് ചെയ്യാന്നുള്ള ഫാക്ടറാണ്. അതിൽ നിങ്ങൾക്ക് എവിടെയാണ് എഫേർട്ട് ഇടേണ്ടത്, എന്ത് മിസ്റ്റേക്കാ പറ്റിയത്. അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അത് വേറൊരാൾ പറഞ്ഞ സാധനമല്ല. നമ്മൾ എക്സാം കഴിഞ്ഞ പാട് എനിക്ക് ഇനി റിപ്പീറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കണ്ട. എക്സാം കഴിഞ്ഞിട്ട് അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ ആർക്ക് റിപ്പീറ്റ് ചെയ്യണം, നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യണമെന്നുള്ള ഡിസിഷൻ നമ്മൾ
പെട്ടെന്ന് എടുക്കേണ്ട സാധനമല്ല. അപ്പം നീറ്റ് കഴിഞ്ഞ അവിടെ എടുക്കേണ്ട സാധനമല്ല. ഇപ്പൊ ഇപ്പോഴത്തെ കേസ് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റ് റീനീറ്റ് എന്നുള്ള സാധനം വന്നു. അപ്പം ഓൾറെഡി നമ്മൾ ആ ഫസ്റ്റ് നീറ്റ് എഴുതിയ സമയത്ത് മാർക്ക് കുറഞ്ഞവരൊക്കെ ചിലപ്പോൾ ഒന്നുകൂടി എഴുതാം, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മാർക്ക് കുറഞ്ഞു. അന്ന് രാത്രി നോക്കിയ സമയത്ത് ഈ ആ ബോർഡറിൽ സ്കോർ അപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് ഓക്കെ ഒന്നുകൂടി ഇരിക്കാന്നുള്ള നമ്മൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിരിക്കും. നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാണ്ട് പ്രാക്ടിക്കലി ആയിരിക്കണം. നമുക്കത് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പൊ അതിന് ഡോപ്പയുടെ ഭാഗത്തു നിന്നുള്ളത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഡോപ്പ നീറ്റ് അസസ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്കിപ്പം അതിപ്പം നീറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി എഴുതുന്നുള്ള രീതിക്ക് അല്ലാതെ തന്നെ +2 കഴിഞ്ഞവർക്കാണെങ്കിലും നമുക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതില് ഇങ്ങനത്തെ ഒരു ടൂൾ യൂസ് ചെയ്യാം. അതിലൂടെ നമുക്ക് ഡോക്ടേഴ്സ് ആയിട്ടുള്ള മെന്റേഴ്സിന്റെ ഗൈഡൻസും നമ്മള് മെഡിക്കോ മെന്റേഴ്സിന്റെ ഗൈഡൻസും സാധനങ്ങളെല്ലാം പലർക്കും സത്യം പറഞ്ഞാൽ അത് അറിയാത്ത രീതിയിലുണ്ട്. ഇങ്ങനെ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇപ്പൊ കുറച്ചും കൂടി എക്സ്പോഷർ കൂടി വരുന്നുണ്ടെങ്കിലും എന്നാലും ഒരു വിഭാഗം ആൾക്കാർ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഒരു നീറ്റ് ഒരു MBBS ആ ഒരു സാധനത്തേക്ക് മാത്രം പോണവരുണ്ട്. അപ്പൊ അത് മാത്രല്ല വേറെയും ഫീൽഡുകളുണ്ട്. അപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയത് ഏതാന്ന് നമ്മള് കണ്ടെത്തുള്ളൂ. നമ്മളെ കൂട്ടത്തിൽ നമുക്ക് അറിയാം 3-4 കൊല്ലം റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും ഉണ്ട്. ഇങ്ങനത്തെ ഒരു ടൂൾ യൂസ് ചെയ്താല് പിന്നെ അതിൽ നോക്കേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രീവിയസ് നീറ്റ് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ കീനായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണം. നമ്മൾ എന്തൊക്കെ ചെയ്തു ചെയ്യാൻ നമ്മളെ മാക്സിമം ഇട്ടിട്ടുണ്ടോ, എന്നിട്ട് നമ്മൾ ഇടാഞ്ഞോണ്ടാണോ കിട്ടിയത്, ആ സാധനങ്ങളൊക്കെ നോക്കണം. അപ്പൊ അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഡീനാറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു കുറെ മിസ്റ്റേക്ക്, രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അതൊന്നും നോക്കാണ്ട് ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് വീണ്ടും ചെയ്യുകയാണെങ്കിൽ മേ ബി നമുക്ക് റിസൾട്ട് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്താലല്ലേ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവും. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു നല്ലപോലെ വൃത്തിക്ക് പ്രിപ്പയർ ചെയ്ത ആള്, പക്ഷെ അന്നത്തെ ഒരു ദിവസത്തെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഡോപ്പയില് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് പഠിച്ചു, നമ്മളിപ്പം മുന്നത്തെ കാര്യം അനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ നീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് അനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ദിവസത്തെ പ്രശ്നം കൊണ്ട് മാത്രം, അതായത് നമുക്ക് പറയാൻ പറ്റില്ല അന്ന് എന്താ ഉണ്ടാവുക, ആ 3 മണിക്കൂറിലുള്ളതാണ് ഇരിക്കണം. അതേപോലെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പം അവർക്ക് അത്രയും ആഗ്രഹിച്ച് അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് പോലും അങ്ങനെ അപ്പം ആ സമയത്ത് നമുക്ക് തിയറി സാധനങ്ങളൊന്നും കൂടുതൽ ഇനി അറിയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എന്താ നമുക്ക് നീറ്റിന് മെയിൻ ആയിട്ട് എക്സാം തിയറി കേട്ടതായിരിക്കും, തിയറി കേട്ടായിരിക്കും. അപ്പൊ പലപ്പോഴും മെയിൻ ആയിട്ട് നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യാന്നുള്ള കുറെ ക്ലാസ് മെന്റീസിനോടും പറയുന്നത് അതല്ലേ, നമ്മൾ തിയറി കുറെ പഠിക്കാന്നുള്ളതല്ല, നമ്മള് എക്സാം എഴുതുക എന്നുള്ള സാധനത്തിലാണ്. അപ്പൊ എക്സാം എഴുതുന്ന സമയത്ത് എക്സാമിനോട് എക്സ്പോഷർ കിട്ടി എക്സാമിനോടുള്ള പേടിയും പോകും. എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഏതാ അറിയാത്ത ടോപ്പിക്സ് സാധനങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ അതിനുവേണ്ടി ഡോപ്പ് എന്നുള്ളൊരു നല്ലൊരു കാര്യമാണ്. അതായത് പിന്നെയും തിയറി ഇങ്ങനെ കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചില ദിവസങ്ങൾ പെട്ടെന്ന് എഴുതാൻ കിട്ടും. അപ്പൊ നമ്മളൊരു എക്സാമിന് ആംബിയൻസ് ഇരിക്കും, ചിലപ്പോൾ ടെൻഷൻ വരുന്നോണ്ട് കിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് പരിചയമാവാൻ വേണ്ടി ടെസ്റ്റ് പലർക്കും പല രീതിയിൽ. ഇപ്പൊ ഓൺലൈൻ ചൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അത്രയും മാറി വെക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഓൺലൈൻ ചൂസ് ചെയ്യാം. പ്രശ്നമുള്ളവരും ഉണ്ടാവും. വേറെ ഓരോരുത്തർക്കും ഓരോ മാതിരിയായിരിക്കും. വേറെ കോഴ്സിന്റെ കൂടെ നീറ്റിനൊന്നും കൂടി പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ ഓൺലൈൻ എന്നുള്ള സാധനം നല്ലപോലെ സ്യൂട്ടബിൾ ആവുന്നുണ്ട്. നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ മാക്സിമം കൊടുക്കുക. സംബന്ധിച്ച് ഏറ്റവും അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ടൈമിന് കേൾക്കാം. നമ്മള് ഒരു റെസിഡൻഷ്യൽ ഓഫീസിലാണെങ്കിൽ കറക്റ്റ് 9 to 4 അല്ല അങ്ങനെ ടൈം. അപ്പൊ നമുക്ക് കുറെ പ്രാക്ടീസ് ഉണ്ടാവും. ഇപ്പൊ ഉറക്കം അല്ലെ, നമുക്ക് ക്ഷീണം വരിക അല്ലെ, പോയി നമ്മളാ ഒരു സ്ട്രിക്റ്റ് ടൈം ടേബിളിലേക്ക് എത്തണം എന്നാണ്. പക്ഷെ ചിലർക്കെങ്കിലും അതിലെത്താൻ പറ്റാത്ത ഇതുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഓൺലൈൻ ഭയങ്കര നല്ലതായിരിക്കും. സമയത്ത് കേൾക്കാം. പക്ഷെ എന്നോട് ആ ഇഷ്ടമുള്ള സമയത്ത് കേൾക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മടി വരും. ഡിസിപ്ലിൻ വേണം. അപ്പം ഓൺലൈൻ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഓഫ്ലൈൻ എന്ന് പറയുന്ന സമയത്ത് വീട്ടിൽ പോയി വന്നിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ വീട്ടിലിരുന്ന് പഠിക്കാത്തവരുണ്ടാവും. അവർക്ക് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്ന് പഠിക്കാം, പിന്നെ വീട്ടിലേക്ക് എല്ലാ മോഡിനും അതിന്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്, പിന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ
റെസിഡൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു സാധനം പറയുമ്പോൾ റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു ടൈം ടേബിൾ അവിടെ തന്നെ ഉണ്ട്, ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. അപ്പം എന്നെ പോലെയൊക്കെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നാൽ അങ്ങനെ പഠിക്കില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനം ഓൾറെഡി അവർ ഫോം ചെയ്ത് സാധനം തന്നിട്ടുണ്ട്, അതിൽ നേരെ അങ്ങോട്ട് പോയാൽ മതി. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ 6:00 ക്ലാസ്സിൽ ഉണ്ടാവുക, 6 കഴിയുമ്പം വാർഡൻ ക്ലാസ്സിന് ഡോർ അടയ്ക്കും. അപ്പം നമ്മൾ എന്തായാലും അതിന് മുന്നേ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിൽ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ റെസിഡൻഷ്യൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും, കുറേ ആൾക്കാർ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചിലപ്പം ഇരുന്ന് പഠിക്കാൻ നമുക്കറിയാം, നമ്മൾ ഇത്രയും ഒരു ലോങ് ആയിട്ടുള്ള ജേണി, അപ്പം ചില സമയങ്ങളിൽ നമ്മൾ മൂഡ് ഓഫ് ആയിട്ടുള്ള സമയം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ചുറ്റുള്ള ആൾക്കാർ പഠിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു സാധനം. കാരണം ഇതൊരു കോമ്പറ്റീവ് എക്സാം ആണല്ലോ, എന്തായാലും നമ്മൾ ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പഠിക്കാതെ ഒരു സമയത്ത് ബാക്കിയുള്ളവർ പക്ഷെ അത് വേറെ രീതിയിലും ഇതാവുന്നവരുണ്ട്. ഇതേപോലെ നമ്മള് കോമ്പറ്റീഷൻ കൂടിയിട്ട് അയ്യോ അങ്ങനെ ടെൻഷൻ ആവുന്നവരുണ്ട് ബാക്കിയുള്ള. അപ്പൊ അതിന്റെ ഒരു ബാഡ് ലൈക്ക് ഒരു നെഗറ്റീവ് സൈഡാണ്. പഠിക്കുന്നതാണ് ടെൻഷൻ ആവുന്നവരെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ഓൺലൈൻ ചൂസ് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ ഇപ്പൊ റെസിഡൻഷ്യൽ പറഞ്ഞപ്പോ നമ്മൾ എക്സാം പോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ ആൻസർ കിട്ടില്ല, പെട്ടെന്ന് അടുത്ത ഫ്രണ്ട്സിനോട്. റെസിഡൻഷ്യൽ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു സാധനം. നമ്മളിപ്പം ഭയങ്കര ഓഫ് ആയിട്ടിരിക്കും, നമുക്ക് റെസിഡൻഷ്യലാകുമ്പോൾ അറിയാം നമുക്ക് വീട്ടിലേക്ക് വിളിക്കാനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ സാധനങ്ങളൊക്കെ ലിമിറ്റഡ് ഉണ്ടാവും, കുറച്ച് സമയം കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ലോ ആയി തോന്നുന്ന സമയത്തൊക്കെ നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന നമുക്ക് മാത്രമാണോ ഇങ്ങനെയെന്നുള്ളൊരു തോന്നല. വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല, ബാക്കിയുള്ളവരുടെ കാര്യം ഒന്നും അറിയില്ല, നമുക്ക് നമ്മളെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ബെറ്റർ ആണോ, നമുക്ക് നമ്മുടെ മാക്സിമം ഇതാണോ അതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ റെസിഡൻഷ്യൽ ആവുന്ന സമയത്ത് നമ്മളെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾ ചെയ്യണോ അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് മീൻസ് കമ്പയർ ചെയ്യാനുള്ള സാധനമല്ല, പക്ഷെ എന്നാൽ തന്നെ നമ്മളും അവരും ആ ഒരു മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയാ നമ്മളും അവര് ഒരുപോലെയാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഓൺലൈനിലുള്ള പ്രശ്നം ഇപ്പൊ ഈ തന്നെയാണ്. ഇപ്പൊ ആരും ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവില്ല, നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മളൊരു ഒറ്റപ്പെട്ട രീതിയിലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞാൽ അതിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടൈമിന് കേൾക്കാം, നമുക്ക് നമ്മളേതൊരു ടൈം ടേബിൾ സെറ്റ്. അതിപ്പം ശരിക്കും രണ്ട് ഡിഫറെന്റ് പേഴ്സണാലിറ്റി വെച്ചിട്ടാണ്. അതിപ്പം ഓൺലൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഒരിക്കലും ഓഫ്ലൈനിൽ വന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അല്ല, അങ്ങനെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, കുറെ ഓരോ ഇത് പറ്റാത്ത ഹോസ്റ്റലിൽ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ പഠിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു വീട്ടിലാണ്, കംഫർട്ട് സോണിലാണ്, അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ചിലപ്പോൾ ഭയങ്കര കംഫർട്ട് പോകാൻ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും കേട്ടോ. ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും. പക്ഷെ നമുക്കത് ഫ്ലെക്സ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മൾ ഉറക്കൊക്കെ അതിനൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈം ഇപ്പൊ +1 +2 ഇതേപോലെ ചെയ്തപ്പോൾ അപ്പൊ എനിക്ക് കുറച്ചുകൂടി റെസിഡൻഷ്യൽ സാധനം കുറച്ചുകൂടി നല്ലതായിരുന്നു. കാരണം നമ്മള് ചിട്ടയുണ്ട്, ഇപ്പൊ രാവിലെ ഇത്ര മണിക്ക് സ്റ്റഡി ഹാള് കയറണം. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ അതങ്ങനെ ഇത് ഉണ്ടായോണ്ട് നമ്മള് അത്രയും സമയം ബുക്കിന്റെ മുന്നിൽ ഇരുന്നോണ്ട് പഠിച്ചു പോയതാണ്. അല്ല അത് അധികം അത്ര എയിമൊന്നും എടുത്തു അതുകൊണ്ട് ബുക്കിന്റെ മുന്നിൽ ഇരുന്നോണ്ട് പഠിച്ചു പോയി, അങ്ങനെ എത്തി. അപ്പൊ ആ സ്കോറിലോട്ട് എത്തിയപ്പോഴാണ് പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത്ര നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം നമുക്കത് പഠിക്കണം എന്നുള്ള സാധനം വന്നപ്പോൾ എനിക്ക് അത്രത്തോളം ചിട്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് മറ്റേത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ ഉറക്കൊക്കെ ഒന്നുകൂടി സാക്രിഫൈസ് ചെയ്യും. നമുക്ക് ടെൻഷൻ കൂടുന്നുണ്ട്, ഉറങ്ങാതെ എപ്പോൾ എണീറ്റ് അപ്പോൾ പോയിരുന്ന് പഠിക്കും, ആ ഒരു ഇതായിരുന്നു. പക്ഷേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി നേരെ മറിച്ച് ഓക്കെ ഇനി ഇത്ര പഠിച്ചാൽ മതി, ബാക്കി ഉറങ്ങാം എന്നിട്ട് പഠിക്കുക, എന്നാൽ നമ്മൾ കുറച്ചുകൂടി കാമിരുന്ന്. അപ്പോൾ രണ്ടും ഇതേപോലെ ഫസ്റ്റ് ടൈം റെസിഡൻഷ്യൽ ചെയ്ത് സെക്കൻഡ് ടൈം ഓൺലൈൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ആ ട്രാക്ക് മാറിയിട്ടായിരിക്കും ഒക്കെ പേഴ്സൺ ടു പേഴ്സൺ വാരിങ്. നമുക്ക് ഒരിക്കലും ഒന്ന് ബെറ്റർ ദാൻ ദ അതർ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. റെസിഡൻഷ്യൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും അറിയണില്ല, പുറത്തത്തെ ഒരു കാര്യം അറിയണില്ല, ഡിസ്ട്രാക്ഷൻസ് ഭയങ്കര കുറവായിരിക്കും. അത് നമ്മൾ വീട്ടിലാണെങ്കിൽ ഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ അതൊരു സാധനങ്ങളേ ഇല്ല. ഫ്രണ്ട്സ് ഇപ്പൊ വീട്ടിൽ നിൽക്കുകയാണ്, ഓൺലൈൻ ആണെങ്കിൽ നമ്മള് വീട്ടിലാരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരും, അല്ലെ ഫ്രണ്ട്സ് ഉണ്ടാവും, അപ്പം ആ ഒരു തരത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഈ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. അതെ, ഭയങ്കര അതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഡിവിയേറ്റ് ആയി ഭയങ്കര സാധ്യതയുണ്ട്. നമ്മളെ പഠിക്കാനുള്ള സമയമാണ്. നമ്മളിപ്പം ഉറങ്ങണ ആ ഒരു സമയവും പിന്നെ ഭക്ഷണം കഴിക്കണം, പിന്നെ നമ്മളേതായ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പ്രെയർ ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു സമയം ഫുൾ നമ്മൾ പഠിക്കാനില്ലായിരിക്കണേ. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ അല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് സമയം അതിലേക്ക് പോകും. അത് റെസിഡൻഷ്യലിന്റെ ഭയങ്കര ഒരു ഗുണം.